പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുന്നു. ഈ കഥ വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിൽ കാണുന്ന ഏറ്റവും ശക്തമായ പാഠങ്ങളിലൊന്നാണ്. 5000 പേരെ പോഷിപ്പിച്ച ശേഷം യേശു ശിഷ്യന്മാരെ പടകിൽ മുൻപേ അയച്ചു. താൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. രാത്രി കാറ്റ് ശക്തമായി വീശിയപ്പോൾ കടലിൽ പൊരുതിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ വെള്ളത്തിന്മേൽ നടക്കുകയും അവരിലേക്ക് വരികയും ചെയ്യുന്ന യേശുവിനെ കണ്ടു. ആദ്യം അവർ പേടിച്ചു, അതൊരു ഭൂതമാണെന്ന് വിചാരിച്ചു. പക്ഷേ യേശു പറഞ്ഞു, ധൈര്യപ്പെടുക, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് വിശ്വാസത്തോടെ ചോദിച്ചു, കർത്താവേ, നിങ്ങളാണെങ്കിൽ എന്നെയും വെള്ളത്തിന്മേൽ നടക്കാൻ കൽപ്പിക്കണമേ. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുത്തേക്ക് വെള്ളത്തിന്മേൽ നടക്കാൻ തുടങ്ങി. കുറച്ചു നേരം അവൻ അസാധ്യമായത് അനുഭവിച്ചു. വിശ്വാസം കൊണ്ട് കൊടുങ്കടലിൽ നടന്നു. പക്ഷെ ശക്തമായ കാറ്റിനെയും തിരകളെയും നോക്കിയപ്പോൾ പേടി അവനെ പിടിച്ചു. യേശുവിൽ നിന്ന് കണ്ണു മാറ്റിയ ഉടൻ അവൻ മുങ്ങിത്തുടങ്ങി. ഉടൻ പത്രോസ് വിളിച്ചു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. യേശു കൈ നീട്ടി അവനെ പിടിച്ചു പറഞ്ഞു, അല്പവിശ്വാസിയെ, എന്തുകൊണ്ട് സംശയിച്ചു? അവർ ഇരുവരും പടകിൽ കയറുമ്പോൾ കാറ്റ് ശാന്തമായി. അതുകണ്ട് ശിഷ്യന്മാർ വിസ്മയപ്പെട്ടു, യേശുവിനെ ആരാധിച്ചു. സത്യമായും നിങ്ങൾ ദൈവപുത്രൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായൊരു പാഠം ലഭിക്കുന്നു. നമ്മൾ കണ്ണ് യേശുവിന്മേൽ കേന്ദ്രീകരിക്കുന്നതത്രയും അസാധ്യമായ പ്രശ്നങ്ങളും നമുക്ക് ജയിക്കാം. പക്ഷെ ഭയം, സംശയം, ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ എന്നിവയിൽ കണ്ണ് പതിപ്പിക്കുമ്പോൾ നാം മുങ്ങിത്തുടങ്ങും. വിശ്വാസം ശക്തി നൽകും, ഭയം നമ്മെ താഴെയാക്കും. പാഠം ലളിതവും ശക്തവുമാണ്. ഭയങ്ങളെയല്ല, യേശുവിനെയാണ് നോക്കേണ്ടത്. അവനിൽ വിശ്വാസം നമ്മെ ശക്തരാക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.